Hey, welcome back to Nazi's Tasty Meals. ഇന്ന് നമുക്ക് ഇഫ്താറിനും ഈവനിങ്ങിലും ഒക്കെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, അധികം ഓയിലൊന്നും യൂസ് ആക്കാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി സ്നാക്ക് റെസിപ്പിയായ ഇറച്ചി പോളയുടെ റെസിപ്പി നോക്കാം. ഇറച്ചി കേക്ക് എന്നും ഇതിന് പറയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഇറച്ചി പോളയിലോട്ട് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പോട്ടിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം 2 വലിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം സൈസിലുള്ള ഉള്ളിയാണെങ്കിൽ ഒരു 3 ഉള്ളി വരെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന ഒരു സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ മസാലയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും അതുപോലെ കറിവേപ്പില ഒരു തണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ഇറച്ചി ഓൾറെഡി നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. ഈ ബീഫ് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലെ എല്ലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതപ്പോഴേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, അതുപോലെ ഒരു 1/3 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡോളം നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിച്ച ബീഫ് ആയതുകൊണ്ട് തന്നെ മസാലയിലോട്ട് ചേർക്കുന്നതിന് മുമ്പ് മസാലയിൽ പാകത്തിന് ഉപ്പ് ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ മസാലയിൽ കിടന്ന് നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ടൊരു 1/4 കപ്പോളം മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 5 എഗ്ഗ് ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും അതുപോലെ ഒരു 1/3 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാറ്റർ നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ എഗ് മിക്സ്ചറിലോട്ട് ഒരു 1/4 കപ്പോളം, അതായത് 60 ml മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദപ്പൊടി ചേർക്കാതെയും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മൈദപ്പൊടി ചേർത്താൽ നല്ലൊരു ഒരു തിക്നെസ്സിൽ നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. എന്നാൽ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് മൈദപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോഴേക്കിതാ നമ്മുടെ മസാല നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല നമ്മുടെ എഗ് മിക്സ്ചറിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഈ ഒരു അളവിലെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പോട്ട് അടുപ്പിൽ വെച്ച് അതിലോട്ട് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അടിയിൽ ഒരു ദോശത്തവ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ഒരു പോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതാ ഇതുപോലെ നമ്മുടെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ മുകളിൽ ഒന്ന് സ്പാച്ചിൽ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ്.
ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് മല്ലിയില വെച്ചെടുക്കാവുന്നതാണ്. മല്ലിയില ടൊമാറ്റോ ഒക്കെ നമുക്ക് വെച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 20 മിനിറ്റിൽ ഇത് നല്ല പോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമുക്ക് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മീഡിയത്തിൻ്റെയും ലോൻ്റെയും ഒരു മിഡിലിൽ വരുന്ന ഒരു ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ കറക്റ്റ് 20 മിനിറ്റിനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു തവ വെച്ചിട്ട് അതിൽ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നാൽ ആ ഒരു ബാക്ക് ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് വന്നോളും. ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഒരു മിനിറ്റ് തന്നെ വെക്കേണ്ട കേട്ടോ, ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഇനി നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. റമദാനിലും ഈവനിങ്ങിലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ് ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൽസ്.